വന്നിരിക്കുന്ന ഒരു ചാലഞ്ച് വീഡിയോ ആയിട്ടല്ല, ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലേ, ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് സെലിബ്രേഷൻസ് ആണ്. ക്രിസ്മസ്, അതേപോലെ ന്യൂ ഇയർ വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രിസ്മസ് റീത്സ് എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നുള്ള ഐഡിയാസുമായിട്ടാണ്. ഒരു ഐഡിയ അല്ല കേട്ടോ, 5 ഐഡിയാസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണാം. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ സർക്കിൾസ് എല്ലാം റിംഗ് പോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ ക്രിസ്മസ് റീത്ത് മേക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, തീർച്ചയായും പോയി കാണുക. അപ്പോൾ ഞാൻ പ്രെസിഷൻ നൈഫ് വെച്ച് എങ്ങനെയാണ് ഈ സർക്കിൾസ് എല്ലാം കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം ഇല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഒരു സർക്കിളാണിത്. ഇങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ ഇതാണ് സർക്കിൾസ്. ഇതെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർഡ്ബോർഡ്സ് ആണ്, വേസ്റ്റ് കാർഡ്ബോർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റിങ് ഞാൻ റോൾ ചെയ്യാൻ പോകുന്നത് ലൈറ്റ് ഗ്രീൻ വെച്ചാണ്. അതിനുവേണ്ടി ഞാൻ ഗ്ലൂ ഗൺ ആണ് യൂസ് ചെയ്യുന്നത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം, സ്ട്രോങ് ആയി നിൽക്കണതേ ഉള്ളൂ, കാരണം കാർഡ്ബോർഡ് അല്ലേ. അപ്പോൾ അത് സ്ട്രോങ് ആയി നിൽക്കുന്ന ഏതെങ്കിലും ഗ്ലൂ വെച്ച് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യാണ്. ചെയ്തതിന് ശേഷം ആ പാർട്ടിൽ ഞാനിതിങ്ങനെ സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ ആ പാർട്ട് ഇപ്പോൾ സ്റ്റിക്കായി. ഇനി ബാക്കിയുള്ളത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ഓരോരോ റോളായിട്ട് ചെയ്തെടുക്കണം. ഈച്ച് ടൈം നിങ്ങൾ സ്റ്റിക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് കുറച്ച് ലൂസ് ആവുന്നു എന്ന് തോന്നുമ്പോൾ ഇടയിൽ വിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം 2 റോളിന് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടില്ല, ഇപ്പോൾ 4th റോളിനാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് വിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റിക്ക് ആവും. അതേപോലെ മൾട്ടിപർപ്പസ് ഗ്ലൂ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് സ്ട്രോങ് ആയി നിന്നോളും. സ്ട്രോങ് ആയിട്ട് പിടിച്ചാൽ മതി, ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യണ്ട. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ അവിടെ പ്രസ്സായി നിൽക്കും, അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ നിങ്ങൾ ഗ്ലൂ ഗൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നന്നായി ശ്രദ്ധിക്കുക കേട്ടോ, കൈ പൊള്ളാനുള്ള സാധ്യത കൂടുതലാണ്, ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, കുട്ടികൾ പ്രത്യേകിച്ചും, കുട്ടികളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ. ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. മാക്സിമം ഫിൽ ചെയ്യാൻ നോക്കുക, ഗ്യാപ്സ് ഒന്നും കാണാതെ, കാർഡ്ബോർഡ് കാണാതെ ഫിൽ ചെയ്യാൻ നോക്കുക. ഞാൻ നന്നായിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ബാക്കിൽ സ്റ്റിക്ക് ചെയ്യും. എക്സ്ട്രാ പാർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത്. അപ്പോൾ ഇതാ ഫസ്റ്റ് കാർഡ്ബോർഡ് റിങ് കംപ്ലീറ്റ് ആയിട്ട് ഗ്യാപ്പ് ഇല്ലാതെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഡെക്കറേഷൻസ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നായിട്ട് ബാക്കിയുള്ള കാർഡ്ബോർഡ് റിങ്സും കൂടി ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ച് റോൾ ചെയ്തിട്ട് അതിനുശേഷം ഡെക്കറേഷൻസ് കാണിക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാത്തിനും അതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് റെഡ്, ഇത് ഡാർക്ക് ഗ്രീൻ ആണ്, കുറച്ച് ബ്ലാക്കിഷ് അടിക്കുന്ന ടൈപ്പാണ്. ഇതെല്ലാം അതുപോലെ സെയിം പ്രൊസീജിയറിൽ റോൾ ചെയ്തെടുക്കുക കേട്ടോ. ലൈറ്റ് ഗ്രീൻ, വൈറ്റ് വിത്ത് ഗ്രീൻ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഡെക്കറേഷൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇത് സിൽവർ ബെൽസ് ആണ്. ഇത് ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുള്ള ഒരു നെയിം പ്ലേറ്റ്. പിന്നെ കുറച്ച് ഗോൾഡൻ ബോൾസ്, സിൽവർ ബോൾസ് അതൊക്കെ ഉണ്ട്. പിന്നെ ഗിഫ്റ്റ് പാക്ക് ചെയ്ത പോലെ ഡിസൈൻ. പിന്നെ കുറച്ച് ബെൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് വൈറ്റിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് മേരി ക്രിസ്മസ് എന്നുള്ള ബോർഡ് സ്റ്റിക്ക് ചെയ്യാം. സൈഡ്സിൽ മാത്രം ഗ്ലൂ
ആക്കിയാൽ മതി. കാരണം മിഡിൽ പോർഷൻ എം ടി ആണല്ലോ. അപ്പം നന്നായിട്ട് സ്റ്റിക്ക് ആയിക്കോളും. എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒരു 1 or 2 seconds ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ സ്റ്റിക്ക് ആയിക്കോളും. പിന്നെ അത് വരില്ല കേട്ടോ, നല്ല സ്ട്രോങ് ആയി അവിടെ നിന്നു. പിന്നെ ഗ്ലൂ ഗണ്ണിൻ്റെ ആ ത്രെഡ് ഉണ്ടല്ലോ, ആ ഗ്ലൂവിൻ്റെ അത് മാത്രം ഒന്ന് ജസ്റ്റ് എടുത്തെടുത്തു. അതാണ് നമ്മുടെ ഫസ്റ്റ് ഡെക്കറേഷൻ ഫില്ലറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന 2 പ്രസന്റ് ബോക്സ് ഉണ്ട്. അത് ഈ സൈഡ്സിലായിട്ട് വെച്ച് കൊടുക്കാന്ന് വിചാരിക്കും. ഓക്കെ, നോക്കാം. അതും ഇതുപോലെ ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യണം. എന്ന് വിചാരിക്കുന്നു. അതും ഒരു 1 second വയ്ക്കാം. ഇനി നെക്സ്റ്റ് വൺ. ഇതാണ് ഇതും ഞാൻ അതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇനി ഈ 2 ബോൾസും കൂടി ഞാൻ സൈഡ്സിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ബോൾസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി റീത്തിൻ്റെ ഒരു സ്പെഷ്യൽ ബ്യൂട്ടിയാണ് ഈ ബോൾസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോൾസ് വെച്ച് കൊടുക്കാൻ. നല്ലൊരു ഭംഗിയുണ്ടാവും. അത് സിൽവർ ബോൾസ്, ഗോൾഡ് ബോൾസ്, അല്ലാതെ കളർ ബോൾസ് ഒക്കെ കിട്ടും. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം, നിങ്ങളുടെ ചോയ്സ്. അപ്പോൾ ഇതാ ഈ ഫസ്റ്റ് റീത്ത് ഒരുവിധം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ബോ ഒക്കെ വെച്ച് കൊടുക്കാം. അത് ഞാൻ ബാക്കിയുള്ളതും കൂടി ഡെക്കറേറ്റ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് ഞാൻ വരാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാ റീത്തിൻ്റെയും ഡെക്കറേഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോന്നായി കാണിച്ചു തരാം. ഇത് നേരത്തെ ഞാൻ കാണിച്ചു തന്ന വൈറ്റിൻ്റെ ഡെക്കറേഷൻ. ഞാനിപ്പോൾ എക്സ്ട്രാ ഒരു ബോ വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇനി നെക്സ്റ്റ് റെഡിൽ ഞാൻ ഇവിടെ ഒരു ബെല്ല് കൊടുത്തിട്ടുണ്ട്, ഒരു 4 ബോൾസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഡാർക്ക് ഗ്രീനിൽ ഞാൻ ഗോൾഡൻ ആൻഡ് റെഡ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴെയായിട്ടൊരു ബെൽ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബോയും കൊടുത്തിട്ടുണ്ട്. ബോള്, സ്റ്റാർസ്, ഫ്ലവർ എല്ലാം കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ലൈറ്റ് ഗ്രീൻ ആണ്. ഇത് ഞാൻ സിൽവർ ഷെയ്ഡിലാണ് കൊടുക്കാൻ ശ്രമിച്ചത്. അപ്പോൾ സിൽവർ ബെൽസ്, സിൽവർ ബോൾസ്, വൈറ്റ് ബോ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റൈറ്റിംഗും ഉണ്ട്, മേരി ക്രിസ്മസ്. പിന്നെ ഡാർക്ക് ഗ്രീൻ ആണ്. അതിൽ മേരി ക്രിസ്മസ് എന്നുള്ള റൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്, റെഡ് ബോൾസ് കൊടുത്തിട്ടുണ്ട്, ഗോൾഡൻ ബെൽസ്, ഒരു റെഡ് ബോ, പൈൻ എല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഡോറിൽ ഹാങ് ചെയ്യാൻ ഈസിനെസ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഒരു ത്രെഡ് കൊടുത്തിട്ട് ഒരു വേസ്റ്റ് പേപ്പർ വെച്ച് ഗ്ലൂ ഗൺ വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഹാങ് ചെയ്യാം സിമ്പിളായിട്ട്. അപ്പോൾ ഇതുപോലെ ഈസിയായി ക്രിസ്മസ് റീറ്റ്സ് എല്ലാം നിങ്ങൾക്കും വീട്ടിലുണ്ടാക്കാം, ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യാം. ഞാനും ഇതെൻ്റെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പം തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. എൻ്റെ എല്ലാ വീഡിയോസും കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതേപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഇതിൽ ഏത് റീറ്റ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നതെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കാതെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും